പടം കാട്ടാളൻ. പടത്തെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് എന്നെ സംബന്ധിച്ച് ഞാനൊരു പടം കാണുമ്പോൾ ചെറിയ കഥയാണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര നല്ലതാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട്. ഇതൊരു ഭീകര കഥയില്ല, ചെറിയ കഥയാണ്, ഇതെന്ത് കഥ, അങ്ങനെ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അത് ഉള്ള പ്ലോട്ട് അവരേറ്റവും നന്നായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ സ്ക്രിപ്റ്റൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അത് പറയാനുള്ള കാരണം ഇപ്പോൾ ഈ പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ കാട്ടാളം എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയൊരു പടം. പക്ഷേ ആ രീതിയിലാണ് ആ പടം തിയേറ്ററിൽ വരുന്നത്. അതായത് മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ നെക്സ്റ്റ് പടം ഇനി മാർക്കോ യൂണിവേഴ്സ് ആണോ, അത് ഒരു എന്താ പറയുക, അങ്ങനെ അത് കണക്ട് ചെയ്തുള്ള പടമാണോ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് പെപ്പെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു കാസ്റ്റിങ്, അത് മാർക്കോയിലുള്ള സെയിം കാസ്റ്റിങ് കാര്യങ്ങളെല്ലാം വരുന്നു. പക്ഷേ എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു പടം. അതുപോലെ തന്നെ നമ്മളെ KGF-ൻ്റെ മ്യൂസിക് ഡയറക്ടർ വരുന്നു. അങ്ങനെ പ്ലസ് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പടത്തിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ സംഭവം നല്ല കിടിലം പരിപാടി, പിന്നെ ടെക്നിക്കലിയൊക്കെ കുറേ കിടിലം പരിപാടികളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വർക്കായത് പോകാത്തൊരു കാര്യം, പെപ്പെ പുള്ളിക്ക് നാച്ചുറൽ ഒരു ഓരയുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഈവൻ നമ്മളുടെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കണ്ട ഇപ്പോൾ ഒരു RDXനകത്ത് പുള്ളിൻ്റെ ഫസ്റ്റ് ഷോട്ട് പുള്ളിനെ കാണിക്കുന്നത് തന്നെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷോട്ടിൽ പുള്ളിനെ കാണിക്കുമ്പോൾ കിട്ടുന്നൊരു ഓരമുണ്ട്. ഇത് ഓക്കെയാണെന്ന് ആ സാധനം കിട്ടണമല്ലോ. പക്ഷെ ഇത് ഇത്രയും വലിയൊരു മാസ് എലമെൻ്റ് പോലെ ചെയ്തിട്ട് ആ ഒരു സാധനം കിട്ടിയില്ല. അതാണ് എനിക്ക് മെയിനായിട്ടൊരു ഡിസപ്പോയിൻറ്റഡ് ആകാനുള്ള മെയിൻ റീസൺ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ആ കഥ അവരങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കണക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പ്ലസ് അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഭയങ്കര വീക്കാണ്. ആകെ 2 മണിക്കൂറുള്ള പടം. അപ്പോൾ അതിന് ആ 2 മണിക്കൂറുള്ളിൽ ഇത് ഇത്രയും തീർക്കാൻ പറ്റത്തില്ലായിരിക്കാം, മേ ബി അങ്ങനെയെങ്കിലും ആയിരിക്കും. പക്ഷേ പേഴ്സണലി അത് പല കാര്യങ്ങളും നമുക്ക് വർക്കാവാതെ തോന്നും. ഈവൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കഥയാണെങ്കിൽ പോലും എവിടേക്കോ ചിലപ്പോൾ പല ഇതിനകത്തും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതായിരിക്കാം. ഈവൻ ഒരു ഇൻട്രോ ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്കത് വേറെ ഒരു ഇതിൽ കണ്ട പോലെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഇമോഷണലി ആണെങ്കിലും കണക്റ്റ് ആവുന്ന കുറേ സാധനങ്ങളൊന്നും വന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ഇമോഷണലി ഹുക്ക് ചെയ്യപ്പെടുന്ന അങ്ങനത്തെ ഒരു സാധനമൊന്നും വന്നില്ല. ഈവൻ മാസാക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കൊട്ടും ഫീൽ ചെയ്തില്ല. ഈവൻ തിയേറ്ററിലാണ് ഞാൻ കണ്ട തിയേറ്ററിലാണെങ്കിൽ പോലും നിറച്ച് ആളും ഉണ്ടായിരുന്നു. FDFS കണ്ടപ്പോൾ നിറച്ച് ആളുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. ഒരു പടം കാണുമ്പോൾ നമുക്കൊരു വാവ് മൊമെൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. മേ ബി ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത. ഈവൻ എനിക്ക് തോന്നുന്നു മാർക്കോയ്ക്കകത്തുനിന്ന് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റ് ആ രീതിയിൽ അതൊന്നുമായിട്ടൊരു ബന്ധമില്ലാഞ്ഞിട്ട് പോലും കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് വർക്കായില്ല, എനിക്ക് പേഴ്സണലി വർക്കായില്ല.